ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു ഫിഷിൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിനും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളി, പിന്നെ കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളിത്തണ്ട് ഒരു 2 പിടുത്തം എന്നൊക്കെ പറയില്ലേ, അത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യണ മീൻ കേദറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മീനാണ് കിട്ടുന്നത് അത് യൂസ് ചെയ്യുക. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നല്ലവണ്ണം ചേർത്ത് മിക്സാക്കി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് ഒന്നൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അഥവാ ഇനി പൊരിച്ചെടുക്കാതെയും ചെയ്യാം, പക്ഷെ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതെല്ലാം നിങ്ങൾക്ക് പൊരിച്ചെടുക്കുന്ന താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേപോലെ മറ്റേ സൈഡും കൂടി തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊരിച്ച എണ്ണയിലോട്ട് തന്നെ നമുക്ക് എന്താക്കാം, നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിലുണ്ട്, പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഈ ഉള്ളി ഒന്ന് നല്ലവണ്ണം കുറച്ചൊരു ഉപ്പിട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് വഴന്ന് നല്ലവണ്ണം കിട്ടണം. ഇനി ഇത് വഴന്ന് വന്ന രീതിയിലേക്ക് കുറച്ച് തക്കാളിയും, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്, പിന്നെ ഉള്ളിത്തണ്ട്, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലവണ്ണം മിക്സാക്കി ഒരു 10 മിനിറ്റ് വേവിക്കാനായി വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഇല്ലേ, ഏത് പുളിയായാലും കുഴപ്പമില്ല, എൻ്റെ സാധാ നാടൻ പുളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർക്കുമ്പോൾ ഒരു നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക. ഈ നല്ലവണ്ണം, അതായത് എന്താ പറയുക, കുറച്ച് ആ പുളിവെള്ളമൊക്കെ ഒന്ന് അധികം വറ്റണ്ട, എന്നാലോ പാകത്തിനാവുന്ന കോലത്തിൽ നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് കസ്തൂരി മേത്തിയില്ലേ, അത് നമ്മൾ ചേർക്കണം കേട്ടോ, എന്തായാലും ചേർക്കണം. കസ്തൂരി മേത്തി ചേർത്തി കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നാം പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നാം പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഒരു 5-10 മിനിറ്റ് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം ഇത് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച കേദറ മീനില്ലേ, അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് കുത്തി ഉടക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി മീനും വെന്തതാണ്, പിന്നെ മസാലയൊക്കെ വെന്ത് കഴിഞ്ഞതാണ്. ഇതൊന്ന് അതായത് മീനിലേക്ക് ഒന്ന് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് ഒന്ന് മീനിലെ ഉള്ളിലേക്ക് പിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കണമെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കരിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ്, പിന്നെ എനിക്ക് പൊതുവേ ഇതാണ് ഇഷ്ടം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഓക്കെ, ബായ്.